സംഘടിപ്പിക്കപ്പെട്ട പരിപാടിയിലാണ്. സർവശക്തൻ സർവ്വവ്യാപിയും സർവജ്ഞനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് പ്രവാചക സ്നേഹം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. പ്രിയമുള്ളവരെ, നമുക്കെല്ലാം അറിയാം നാം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണെന്ന്. പക്ഷേ എങ്ങനെയാണ് നാം പ്രവാചകനെ ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ എപ്പോഴാണ് നമുക്ക് പ്രവാചക സ്നേഹം ഉണ്ടെന്ന് മനസ്സിലാക്കാനാവുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ ധാരാളം വഴികളുണ്ട്. നബിയെ പിൻപറ്റുക, പ്രവാചകനെ പദ്യമായും ഗദ്യമായും പുകഴ്ത്തുക എന്നിവ അതിൽ പ്രധാനപ്പെട്ടവയിൽ ചിലതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും മാതൃകയുണ്ട്. നിങ്ങളൊരു അധ്യാപകനാണെങ്കിൽ 23 വർഷം കൊണ്ട് തന്റെ അനുയായികളെ ലോകത്തെ ഏറ്റവും വലിയ നേതാക്കളും ജേതാക്കളും ആക്കി മാറ്റിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്. നിങ്ങളൊരു ഭരണാധികാരിയാണെങ്കിൽ മദീനയിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും സ്വീകാര്യനായി മാറിയ ആ ഭരണാധികാരിയിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്. ഇങ്ങനെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും പ്രവാചകൻ ഏറ്റവും വലിയ മാതൃകയാണ്. ഈ മാതൃകയെ പിന്തുടരുക എന്നുള്ളത് പ്രവാചക സ്നേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നാം ഒരാളെ സ്നേഹിക്കുമ്പോൾ അയാളെ നാം പ്രശംസിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നത് പതിവാണ്. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ റളിയല്ലാഹു അൻഹയെ എപ്പോഴും പ്രശംസിക്കുമായിരുന്നു. ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത് പ്രശംസയും പുകഴ്ത്തലും സ്നേഹപ്രകടനത്തിന്റെ ഭാഗമാണ് എന്നാണ്. ആകയാൽ പ്രവാചകനെ പദ്യമായും ഗദ്യമായും പുകഴ്ത്തുക എന്നുള്ളത് പ്രവാചക സ്നേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹസ്സാൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹയെ ആളയച്ചു വരുത്തുകയും നബിയെ വിമർശിച്ച് പദ്യമാലപിച്ച ഖുറൈശികളെ അതേ നാണയത്തിൽ മറുപടി നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഹസ്സാൻ റളിയല്ലാഹു അൻഹു നബിയെ പ്രതിരോധിച്ചും ഖുറൈശികളെ വിമർശിച്ചും പദ്യമാലപിച്ചു. സുദീർഘമായ ആ പദ്യശകലങ്ങൾ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്. ആ പദ്യത്തിൽ ഹസ്സാൻ റളിയല്ലാഹു അൻഹു പാടി, فإن أبي ووالده لإرمي وإرمي منكم لقاء. എന്റെ പിതാവും അവരുടെ പിതാവും എന്റെ അഭിമാനവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഭിമാനത്തെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്. അങ്ങനെ നബിയെ പ്രേമിച്ചവർ പല ഭാഷകളിൽ നബിയെ പുകഴ്ത്തി പാടി. ആരംഭ റസൂലുള്ള മദീനയിലണഞ്ഞപ്പോൾ മണ്ണും വിണ്ണും മർഹബ പാടി ഉദയം ചെയ്ത